കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കട്ടെ. 138 സങ്കീർത്തനം അതിൻ്റെ 6-ാമത് വാക്യം. യഹോവ ഉന്നതനെങ്കിലും താഴ്മയുള്ളവനെ കടാക്ഷിക്കുന്നു, ഗർവിയെയോ അവൻ ദൂരത്തുനിന്ന് അറിയുന്നു. ഈ വാക്യങ്ങൾക്കായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. വളരെ അനുഗ്രഹീതമായൊരു ചിന്തയാണ് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. ദൈവജനമേ, നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവം ഒരു നന്മ നമ്മുടെ ജീവിതത്തിൽ തരണമെങ്കിൽ ദൈവത്തിൻ്റെ നന്മ പ്രാപിപ്പാൻ തക്കവണ്ണം നമ്മൾ പാകമായിരിക്കണം, അല്ലേ? അത് തിരുവചനം പറയുന്ന ഒരു കാര്യമാണ്. ദൈവം ഒരു നന്മ ഒരാളിലേക്ക് കൈമാറുമ്പോൾ നമുക്കറിയാം, ഇന്ന് ഭൗതികമായിട്ട് ജോലികൾ നേടുന്നവരുണ്ട്, അല്ലേ? അവരവരുടെ എങ്ങനെ ജോലികൾ ലഭ്യമാകുന്നത്? അവരവരുടെ വിദ്യാഭ്യാസ മേഖലകൾക്കനുസരിച്ചാണ് അവർക്ക് ജോലി കിട്ടുന്നത്, അല്ലേ? 10ാം ക്ലാസ് പാസ്സായവന് ആ തരത്തിലുള്ള ജോലി കിട്ടത്തുള്ളൂ. +2 പാസ്സായവൻ അങ്ങനെ, ഇല്ലെങ്കിൽ അതിൻ്റെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ അങ്ങനെ. ഇപ്പോൾ ഒരാളിന് ടീച്ചറാകണം, B.Ed വേണം, അല്ലേ? അല്ലെങ്കിൽ M.Ed വേണം. ഇങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ ഇന്നത്തെ രീതിയിൽ കേറ്ററ്റോ TTCയോ ഇല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള തരത്തിൽ സ്തോത്രം അത് എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ പ്രൊഫഷൻ ഇല്ലെങ്കിൽ ആ ജോലിയിൽ നമുക്ക് തുടരുവാൻ കഴിയത്തുള്ളൂ. ഇതുപോലെ ദൈവം നമുക്കൊരു നന്മ തരണമെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ, ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത് പോലെ നമ്മൾ പാകമായിരിക്കണം. എന്നാൽ മാത്രമേ ആ നന്മ നമ്മുടെ അകത്ത് വെളിപ്പെടത്തുള്ളൂ. അപ്പൊ ദൈവം നമ്മെ അനുഗ്രഹിക്കണമെങ്കിൽ, കടാക്ഷിക്കണമെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് താഴ്മയുള്ളവരെ അവൻ കടാക്ഷിക്കുന്നു. വേദപുസ്തകം പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, അവൻ നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്ക് അധികം കൃപ നൽകുന്നു. സ്തോത്രം. അപ്പൊ ഇന്ന് പ്രഭാതത്തിൽ ഈ ചിന്തകൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിയുക. നമ്മുടെ ജീവിതത്തെ പ്രതി വരുന്ന പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, കഷ്ടങ്ങൾ, നഷ്ടങ്ങൾ, ശോധനകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു കാര്യം തിരിച്ചറിയണം. താഴ്മയുണ്ടോ നിന്നെ അനുഗ്രഹിപ്പാൻ ദൈവ ശക്തനാണ്. താഴ്മയുണ്ടോ നിന്നെ മാനിപ്പാൻ ദൈവ ശക്തനാണ്. താഴ്മയുണ്ടോ നിന്നെ വിശാലതയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം ശക്തനാണ്. അതുകൊണ്ട് ദൈവകൃപയിൽ ആശ്രയിച്ച് ദൈവസന്നിധിയിൽ താഴ്ന്നുകൊണ്ട് മനുഷ്യരുടെയും ദൈവത്തിന് മുമ്പിൽ താഴ്മ പ്രാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ദേശത്തിനായിട്ട് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും തൃക്കരങ്ങൾ തരികയാണ്. അവിടെ നിന്ന് ചെറുകടിയിൽ മറച്ചാട്ട് മഹത്വം അങ്ങേക്ക്. യേശു കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.